കുടുംബമായിരുന്നു വിജയരാഘവന്റേത്. അച്ഛൻ NN പിള്ള നാടകാചാര്യൻ, അച്ഛന്റെ പെങ്ങൾ നാടക നടി, സഹോദരങ്ങളും നാടകത്തിൽ സജീവമായിരുന്നു. അച്ഛന്റെ വിശ്വകേരള കലാസമിതിയിലൂടെ വിജയരാഘവനും നാടകത്തിലെത്തി. ജനിച്ചു തന്നെ നാടകവുമായിട്ട് ബന്ധപ്പെട്ട് വീട്ടിലായതുകൊണ്ടേ നാടക റിഹേഴ്സലും നാടക ചർച്ചയും അച്ഛൻ നാടകം എഴുതുന്നു. പിന്നെ അഭിനേതാക്കളായ ആൾക്കാർ ഓരോ വർഷവും പുതിയ ആൾക്കാർ വരും. അല്ലെങ്കിൽ തന്നെ നമ്മുടെ കൂടെ വർഷങ്ങളായിട്ട് 10, 13, 14 വർഷമൊക്കെ ഇവിടെ ട്രൂപ്പിലുള്ള ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ സാഹിത്യകാരന്മാർ, ഇവരൊക്കെ ആയിട്ടുള്ളൊരു അച്ഛനുമായിട്ടുള്ളൊരു ഇൻട്രാക്ഷൻ, അതൊക്കെ കണ്ടും കേട്ടും വളരാനുള്ള ഭാഗ്യമുണ്ടായി. അതൊരു വലിയ ഭാഗ്യമാണ്. പൂക്കാലത്തിലെയും കിഷ്കിന്ധകാണ്ഡത്തിലെയും കഥാപാത്രങ്ങൾക്ക് കയ്യടി നിറയുമ്പോൾ അതിന്റെ ക്രെഡിറ്റും വിജയരാഘവൻ നൽകുന്നത് നാടകത്തിനാണ്. അഭിനയത്തിൽ തന്റെ റോൾ മോഡൽ നാടകത്തിൽ മാത്രം അഭിനയിച്ചിട്ടുള്ള അച്ഛന്റെ പെങ്ങളാണെന്നും വിജയരാഘവൻ പറയുന്നു. ചിറ്റൊരു അസാമാന്യ കഴിവുള്ള, ഞാൻ കണ്ടിട്ടുള്ള വെച്ച് ഏറ്റവും നല്ല നടി അല്ലെങ്കിൽ നടൻ ചിറ്റയാണ്. സാമാന്യമായൊരു സ്റ്റേജ് പേഴ്സണാലിറ്റി ഉണ്ടായിരുന്നു. അത് സൃഷ്ടിക്കുന്നൊരു, അത് ആ കഥാപാത്രങ്ങളിലൂടെ സൃഷ്ടിക്കാൻ പറ്റിയ അപാരമായ കഴിവുണ്ടായിരുന്നു. അതൊരു അത്ഭുതമാണ് ചിറ്റ. അപ്പം അതാണ് എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത്. പണം കൊടുത്ത് നാടകം കണ്ടിരുന്ന കാലത്തിൽ നിന്ന് സൗജന്യമായി കാണിച്ചാൽ പോലും പ്രേക്ഷകരില്ലാത്ത അവസ്ഥയിലേക്ക് നാടകം മാറിയതിന്റെ കാരണത്തെക്കുറിച്ചും വിജയരാഘവന് വ്യക്തമായ മറുപടിയുണ്ട്. ഒന്നില്ലെങ്കിൽ തിയേറ്ററിൽ, അല്ലെങ്കിൽ വളച്ചു കെട്ടി, പടുത കൊണ്ട് വളച്ചു കെട്ടി സ്റ്റേജ് ഉണ്ടാക്കി ടിക്കറ്റ് വെച്ച നാടകം കളിച്ചിരുന്നു. അപ്പോൾ ഈ നാടകങ്ങൾ കാണാൻ വരുന്നവൻ പൈസ കൊടുത്താണ് നാടകം കണ്ടത്. അപ്പോൾ നാടകത്തിന് വിലയുണ്ടായിരുന്നു. നാടകം കളിക്കുന്നത് അവിടെ നിന്ന് ഒരു 10-50 കിലോമീറ്റർ അപ്പുറം നിന്നൊക്കെ വണ്ടി പിടിച്ച് വരുമായിരുന്നു. ജീപ്പൊക്കെ പിടിച്ചിട്ട് ഇത് നാടകം കാണാൻ വേണ്ടി വരുമായിരുന്നു. പിന്നീട് പിന്നെ വന്നൊരു കാലഘട്ടത്തിൽ ഈ ഫൈനാൻസ് സൊസൈറ്റികളെ കുറഞ്ഞു. അപ്പോൾ TV ഒക്കെ വന്നതോടുകൂടി ആയിരിക്കണം അതൊരു വലിയ പ്രേക്ഷകർക്ക് വീട്ടിൽ തന്നെ ഇരിക്കുക, വീട്ടിൽ നിന്ന് കാണാം നാടകങ്ങളോ അല്ലെങ്കിൽ ഇതിനകത്ത് കാണുന്നത് മതി. നാടകം അത്രമാത്രം എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പ്രൊഫഷൻ മാത്രമല്ല, എൻ്റെ എല്ലാം നാടകമാണ്. പ്രൊഫഷൻ എന്ന് പറയാൻ പറ്റില്ല അതിനെപ്പറ്റി. അങ്ങനെ ചോദിച്ചാൽ പ്രൊഫഷനാണ്, പാഷനാണ് എന്ന് ചോദിച്ചാൽ അങ്ങനെ പറയാൻ, രണ്ടും തമ്മിൽ വേർതിരിച്ച് പറയാൻ എനിക്കറിയില്ല. എൻ്റെ ജീവിതം എന്ന് പറയുന്ന അഭിനയമാണ്. ഷിനോജ് ടി, മാതൃഭൂമി ന്യൂസ്, കോട്ടയം.